സിനിമയിൽ വരുന്നതിന് മുൻപ് നടന്മാർ ചെയ്തിരുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, വിജയരാഘവന്റെ അച്ഛനായ NN പിള്ള സിനിമയിൽ വരുന്നതിന് മുൻപ് മലേഷ്യയിൽ ജേർണലിസ്റ്റ് ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് INA കമാൻഡിംഗ് ഓഫീസറായിരുന്നു. 1952 വിശ്വകേരള നാടക സമിതി ആരംഭിച്ചു. NN പിള്ളയെ നാടകാചാര്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ദ്രൻസ് സിനിമയിൽ തയ്യൽ ജോലിയായിരുന്നു. ക്യാപ്റ്റൻ രാജു സിനിമയിൽ വരുന്നതിന് മുൻപ് ആർമി ഓഫീസറായിരുന്നു. അബു സലിം സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. നരേന്ദ്ര പ്രസാദ് കോളേജ് അധ്യാപകൻ ആയിരുന്നു. മുരളി കേരള യൂണിവേഴ്സിറ്റിയിൽ UD ക്ലർക്കായിരുന്നു. ഭീമൻ രഘു കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ബഹദൂർ സിനിമയിൽ വരുന്നതിന് മുൻപ് ബസ് കണ്ടക്ടർ ആയിരുന്നു. ജോസ് പ്രകാശ് ആർമി ഉദ്യോഗസ്ഥൻ ആയിരുന്നു. ബാലൻ K നായർ മെക്കാനിക് ആയിരുന്നു. MG സോമൻ ഇന്ത്യൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ജയൻ സിനിമയിൽ വരുന്നതിന് മുൻപ് നേവിയിലെ ഓഫീസർ ആയിരുന്നു. മധു സിനിമയിൽ വരുന്നതിന് മുൻപ് ഹിന്ദി അധ്യാപകനായിരുന്നു. പ്രേം നസീർ നാടക നടനായിരുന്നു. സത്യൻ ബഹുമാനത്തോടെ എല്ലാവരും സത്യൻ മാസ്റ്റർ എന്നാണ് വിളിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികനും പിന്നീട് തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസിൽ ഓഫീസറും ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ബ്രിട്ടീഷ് ആർമിയിൽ ഓഫീസറായിരുന്നു. പിന്നീട് തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് പോലീസ് ഇൻസ്പെക്ടറായി ജോലി ലഭിച്ചു. സിനിമയിൽ വരുന്നതിന് മുൻപ് മാമുക്കോയ മരക്കമ്പനിയിൽ തൊഴിലാളിയായിരുന്നു. ബാബു നമ്പൂതിരി കെമിസ്ട്രി അധ്യാപകൻ ആയിരുന്നു. കലാഭവൻ മണി ചാലക്കുടിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. ഹരിശ്രീ അശോകൻ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ലൈൻമാൻ ആയി ജോലി ചെയ്തു. സിനിമയിൽ വരുന്നതിന് മുൻപ് ജയറാം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയി ജോലി ചെയ്തു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തബലിസ്റ്റായി ജോലി ചെയ്തിരുന്നു. ജഗദീഷ് MCOMന് 1ാം റാങ്ക് നേടിയിട്ടുണ്ട്. അതിനുശേഷം കാനറ ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്തു. പിന്നീട് കോളേജിൽ അധ്യാപകനായും വർക്ക് ചെയ്തു. കീരിക്കാടൻ ജോസ് സിനിമയിൽ വരുന്നതിന് മുൻപ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഓഫീസറായി ജോലി ചെയ്തു. സ്ഫടികം ജോർജ് സിനിമയിൽ വരുന്നതിന് മുൻപ് ഗൾഫിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ജഗതി ശ്രീകുമാർ മൾട്ടിനാഷണൽ കമ്പനിയിൽ മെഡിക്കൽ റെപ്പായി വർക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ജൂനിയർ അഡ്വക്കേറ്റായി 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് KSEBയിൽ ഇലക്ട്രിക് എഞ്ചിനീയർ ആയി ജോലി ചെയ്തു. അതിനുശേഷം ഗൾഫിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. മാള അരവിന്ദൻ തബലിസ്റ്റായി വർക്ക് ചെയ്തു. കരമന ജനാർദ്ദനൻ നായർ സിനിമയിൽ വരുന്നതിന് മുൻപ് പട്ടം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലും ആകാശവാണിയിലും വർക്ക് ചെയ്യുകയായിരുന്നു. ജനാർദ്ദനൻ ബാങ്കിൽ ജോലി കിട്ടിയെങ്കിലും വേണ്ടെന്ന് വെച്ച് സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറായി ജോലി ചെയ്തു. KPSC സണ്ണി അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്നു. അസീസ് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തു. കൊല്ലം തുളസി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് മുനിസിപ്പൽ സർവീസിൽ സെക്രട്ടറിയായി വിരമിച്ചു. ശങ്കരാടി സിനിമയിൽ വരുന്നതിന് മുൻപ് മറൈൻ എഞ്ചിനീയർ പഠിച്ച് അദ്ദേഹം ജേർണലിസ്റ്റായി വർക്ക് ചെയ്തു. രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ശങ്കരാടി. സുകുമാരൻ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ബാബു ആന്റണി പൂനെയിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ സിനിമാറ്റോഗ്രാഫറായി ജോലി ചെയ്തിട്ടുണ്ട്. ജഗന്നാഥ വർമ്മ കേരള പോലീസിൽ ആയിരുന്നു. പോലീസ് സൂപ്രണ്ടായി വിരമിച്ചു.